സുഹൃത്തുക്കളെ, ഇസ്രായേൽ ബന്ദികളും ഹമാസ് തടവുകാരും രണ്ട് മുഖങ്ങളാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇസ്രായേലിൻ്റെ ദയയും ഹമാസിൻ്റെ ക്രൂരതയുമാണ് ഇതിലൂടെ നമുക്ക് വെളിവാകുന്നത്. കാരണം ഇസ്രായേൽ തടവിലാക്കിയ തടവ് പുള്ളികളെ നിങ്ങൾ കണ്ടല്ലോ. അവർക്ക് ഇസ്രായേലിൻ്റെ ദയ ഉണ്ടായി. 90 കിലോ ഉള്ള അബു മസാദ് എന്ന ബോഡി ബിൽഡറെ അദ്ദേഹത്തെ വിട്ടയക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് 50 കിലോ ആണ്. കാരണം അത്രമാത്രം ക്രൂരതയാണ് ഇസ്രായേലിൻ്റെ തടവറയിൽ അദ്ദേഹം അനുഭവിച്ചത്. എന്നാൽ ഹമാസ് ചെയ്ത ക്രൂരത നിങ്ങൾ കണ്ടല്ലോ. ഹമാസ് പിടിച്ചുകൊണ്ട് പോകുന്ന ബന്ദികളിൽ അവരെ വിട്ടയക്കുന്ന സമയത്ത് അവർ പിടിച്ചുകൊണ്ട് പോയതിലും കൂടുതൽ സന്തോഷവതികളും ആരോഗ്യവതികളുമായിട്ടാണ് കാണപ്പെടുന്നത്. ഹമാസ് ബന്ദികളെ കൈമാറുന്ന സമയത്ത് അവരെ ഇസ്രായേൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അവരെ ആരോഗ്യ പരിശോധന നടത്തിയപ്പോൾ അവർ പൂർണ്ണ ആരോഗ്യവതികളും സന്തോഷവതികളുമാണെന്നാണ് വിവരം. അതാണ് ഹമാസിൻ്റെ ക്രൂരത. ഇസ്രായേലിൻ്റെ ദയ നിങ്ങൾക്ക് അറിയാമല്ലോ. അവർ വളരെ ദയയുള്ള ആൾക്കാരാണ്. കാരണം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിലെ ചില ചാനലുകൾ, അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ. അവർ പറഞ്ഞു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് അമേരിക്ക ഇസ്രായേൽ പങ്കാളിത്തത്തിൽ ഒരു പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കാമെന്നാണ് അവിടെ. എന്നാൽ അതെല്ലാം പിഴച്ചുകൊണ്ട് ഹമാസ് വളരെ ശക്തമായ രീതിയിൽ തിരിച്ചു വരികയും അവിടെയുള്ള ജനങ്ങളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുകയും ചെയ്ത ഒരു സംഘടനയാണ് ഹമാസ് എന്ന സംഘടന. ആ ഹമാസാണ് ഇപ്പോൾ അവിടുത്തെ ഭരണം നിലനിർത്തുന്നത്. കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് ഹമാസിനോടുള്ളത്. നിങ്ങൾ കണ്ടല്ലോ, ഈ റോഡുകൾ ഗതാഗതം മുഴുവൻ ഹമാസിൻ്റെ നിയന്ത്രണത്തിലാണ്. ഹമാസിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. അവർ വളരെ ശക്തമായ രീതിയിൽ തന്നെ അവിടെ ഉണ്ട്.